ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർത്തപ്പോൾ മുതൽ ശങ്കരദാസ് ആശുപത്രിയിൽ പോയി കിടക്കുന്നു. എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ഹൈക്കോടതി. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനായ ശങ്കരദാസ് അതുകൊണ്ടാണോ ഇതൊക്കെ അനുഭവിക്കുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു. ഇവിടുത്തെ ദൈവം കാരണഭൂത തിരുമനസ്സാണ് ബഹുമാനപ്പെട്ട കോടതി. നീതിയും നിയമവും സർവവും ഞങ്ങളുടെ തിരുമനസ്സാണ്. ഇപ്പം പോലീസ് സ്റ്റേഷനൊന്നും പരാതി കൊടുക്കണ്ട, തിരുമനസ്സിന് ഒരു ഇമെയിൽ മാത്രം അയച്ചാൽ മതി. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പോലും ഏത് പാതിരാത്രിക്ക് ഒരു ഇമെയിൽ അയച്ചാൽ ഉടൻ നടപടി വരും. നേരെ DGP വിളിക്കും. ആരെവിടെ? പോലീസ് തലവൻ, ഉത്തരവ് അടിയൻ. ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. ഇവൻ പണ്ട് നമ്മുടെ പ്രതിപക്ഷ ചാത്തന്മാരുടെ കൂട്ടത്തിലായിരുന്നു. അന്ന് തിരുസഭയിൽ വെച്ച് നമ്മെ പേര് ചൊല്ലി സംബോധന ചെയ്തവനാണ്. ഇവനെ ഇത്തവണ വേണ്ട പോലെ പൂട്ടണം. നമ്മൾ കണ്ടതല്ലേ ശേഷം. അല്ല തിരുമനസിൻ്റെ പാർട്ടിക്കാർ അവരെ എല്ലാം കൂടെ എടുത്താൽ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു ഫാം തുടങ്ങാനുള്ള ആൾക്കാരുണ്ടെന്നും ആക്ഷേപമുണ്ട്. അറിയുന്നു. അതിന് താങ്കൾ വിനക്കിടേണ്ട. നമുക്കൊരു സംവിധാനങ്ങളുണ്ട്. നമ്മുടെ സംവിധാനം അവിടെ തീവ്രത മെഷീൻ വെച്ച് നമ്മൾ അളന്നോളാം. പക്ഷേ രാജാവേ, നാട്ടാരെ ഇങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ? ഈ പെണ്ണ് കേസുമൊക്കെ ഒരു 3-4 ദിവസം നിൽക്കത്തുള്ളൂ. പക്ഷേ ശബരിമല അയ്യപ്പൻ്റെ സ്വർണവും മറ്റെല്ലാ സ്വത്തുക്കളും ഒരംശം ബാക്കിയില്ലാതെ അടിച്ചു മാറ്റിയ കൊള്ളക്കാരെ എല്ലാത്തിനെയും പൊക്കി അകത്തിടാതെ ജനം തൃപ്തരാകില്ല. ഈ ഭൂലോക ഉടായിപ്പ് മാപ്രകളെ വിലയ്ക്ക് എല്ലാത്തിനെയും എടുത്താലും ശങ്കരേട്ടനും കൊടംപുളി അണ്ണനും പിന്നെ അതുക്കും മുകളിലുള്ള ഏത് മുതലാളിയായാലും ഉള്ളിൽ പോകാതെ അവർ ഇത് മറക്കില്ല. ഇതൊക്കെ ഓർത്താൽ നന്ന്. സ്വാമിയേ ശരണം ശരണമെൻ്റയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. സ്വാമിയേ ശരണം ശരണമെൻ്റയ്യപ്പ.